ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സാധനം അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഇതാണ് കേട്ടോ സാധനം. അതൊന്ന് കാണാൻ പാടില്ല. ഓക്കെ, ഇതാണ് സാധനം. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഈ സാധനം എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാകും. ഈ ഒരു സാധനം അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് എല്ലാവർക്കും. കേട്ടോ, ഇത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിനകത്തിന് വേറെ ഒന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ കുറേ ആൾക്കാർ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷേ വൺ ഈസ് സോ യൂസ്ഫുൾ. ഈ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇങ്ങനെ പച്ചക്കറിയൊക്കെ അരിയുമ്പോൾ കൈ മുറിയാണ്ട് അരിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത്. ഇതാ തിരിഞ്ഞു പോയേ, കണ്ടോ? ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ അരിയും. ഇതിങ്ങനെ ആണോ അല്ലെങ്കിൽ ഇങ്ങനെ ആണോ എന്ന് എനിക്ക് ഒരു ഇത് കിട്ടുന്നില്ല. ഇതിങ്ങനെ നമ്മൾ വെക്കും, എന്നിട്ട് ഇങ്ങനെ അരിയും. അപ്പം നമ്മുടെ കൈ മുറിയത്തില്ല, നമുക്ക് സ്പീഡി അരിയാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ടൂളാണ് കേട്ടോ ഇത്. ഇത് ഫുള്ളി വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടിട്ടാണ്. അതുകൊണ്ട് ഇത് വേഗം ഒന്നും അങ്ങനെ ചീത്താവത്തോ കാര്യങ്ങളൊന്നുമില്ല. നല്ലോണം യൂസ് ചെയ്യാൻ നനവൊക്കെ ഉണ്ടെങ്കിൽ വേഗം തുരുമ്പടിക്കും. യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴുകിയിട്ട് ഇത് നല്ലോണം തുടച്ച് ഒരു ഡ്രൈ ആയിട്ടുള്ള വെറ്റ് പ്ലേസിൽ വെക്കാണ്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഇത് ട്രസ്റ്റ് മീ ഗൈസ് എത്ര നാൾ വേണമെങ്കിലും പോകും. അത് മാത്രമല്ലാണ്ട് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പല ഇങ്ങനെ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടിട്ടൊക്കെ ഇത് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ കുറച്ചൊക്കെ വരുമ്പോഴേക്കും പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ തരികളൊക്കെ ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ട് ഉറപ്പാണ് എന്നല്ല, സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ സ്പീഡിൽ അരിയാൻ വേണ്ടിയിട്ടും കൈ മുറിയാണ്ടൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ ഇത് വാങ്ങിച്ചു കൊടുക്കുക എന്നല്ല, വാങ്ങിക്കാട്ടോ. ഇത് നല്ല സാധനമാണ്. ഇതിവിടെ ഇങ്ങനെ ഫുള്ള് സ്റ്റീലിൻ്റെ ഒരു ഷീൽഡ് പോലത്തെ സംഭവമാണ്. കണ്ടോ, മോതിരം ഇങ്ങനെ അങ്ങനത്തെ സംഭവം. ഇവിടെ ഇങ്ങനെ ഫുള്ളി കവേർഡ് അല്ല, പുറത്തേക്ക് ചാടി വരില്ല ഇത്. കണ്ടോ, ഇങ്ങനെ ഒരു മോതിരം പോലത്തെ സംഭവമാണ്. നമുക്കിങ്ങനെ മോതിരം പോലെ ഇങ്ങനെയല്ല ഇടേണ്ടത്, ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കയറ്റിയിട്ട് ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് ഇങ്ങനെ നമുക്ക് അരിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏതായാലും ഇത്രയുള്ള വീഡിയോ.